പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. കൊച്ചു നീലാണ്ടൻ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കൊച്ചു നീലാണ്ടന്റെ അച്ഛൻ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങിക്കഴിഞ്ഞാലുടൻ മൂപ്പർ കൂർക്കം വലിച്ചു തുടങ്ങും. കൊച്ചു നീലാണ്ടൻ മുറിയുടെ വാതിൽക്കൽ ചെവിയോർത്ത് നിന്നു. കൂർക്കം വലി തുടങ്ങിയോ? ഉവ്, അതാ കേൾക്കുന്നു, അതിഗംഭീരം. അച്ഛൻ്റെ അമ്മാവൻ അവനെ കൈകാട്ടി വിളിച്ചു. ലേശം കൂടി കഴിയട്ടെ, നല്ലോണം ഉറങ്ങട്ടെ, അദ്ദേഹം പറഞ്ഞു. കൊച്ചു നീലാണ്ടൻ കുറച്ചു സമയം കൂടി കാത്തുനിന്നു. ഇനി പൊയ്ക്കോ, അച്ഛൻ്റെ അമ്മാവൻ അനുവാദം നൽകി. അവൻ അച്ഛൻ്റെ കട്ടിലിനടുത്തേക്ക് ചെന്നു. കൈവിറച്ചു. അച്ഛൻ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഒന്നും പേടിക്കാനില്ല. അവൻ പോക്കറ്റിൽ നിന്നും കത്തിരിയെടുത്തു. കൂർക്കം വലിക്കുന്നതിനിടയിൽ അതാ ഒരു ശബ്ദം. എടാ, കത്തിരി ഇങ്ങോട്ട് താ. കൊച്ചു നീലാണ്ടൻ ഞെട്ടി വിറച്ചു. അവൻ്റെ അച്ഛനാണ് പറയുന്നത്. എടാ, കത്തിരി ഇങ്ങോട്ട് താ. കൂർക്കം വലി നിന്നിരിക്കുന്നു. അപ്പോൾ അച്ഛൻ ഉറങ്ങുകയായിരുന്നില്ല. കണ്ണടച്ചു കിടന്നുകൊണ്ട് അദ്ദേഹം കൈ നീട്ടി. അവൻ കത്തിരി അച്ഛൻ്റെ കയ്യിൽ വെച്ചു. പുറത്ത് അച്ഛൻ്റെ അമ്മാവൻ കുലുങ്ങി കുലുങ്ങി ചിരിക്കുന്നത് അവൻ കേട്ടു. അപ്പോൾ അവനെ കളിപ്പിക്കുകയായിരുന്നു, വിഡ്ഢിവേഷം കെട്ടിക്കുകയായിരുന്നു. അച്ഛൻ കണ്ണടച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു. എടാ, നിന്നെ ഞാനിപ്പോൾ തല്ലുന്നില്ല. തല്ലുകയില്ലെന്ന് അമ്മാവൻ ഉറപ്പു കൊടുത്തതുകൊണ്ട് ഞാൻ നിന്നെ തല്ലുന്നില്ല. പോ, എൻ്റെ മുന്നീന്ന് പോ. കൊച്ചു നീലാണ്ടൻ പ്രാണനും കൊണ്ട് പുറത്തേക്ക് കടന്നു. അവന് കരച്ചിൽ വന്നു. അച്ഛൻ്റെ അമ്മാവൻ ഇങ്ങനെ ഒരു പണി പറ്റിക്കുമെന്ന് അവൻ ഓർത്തതേയില്ല. എല്ലാ വിവരവും നേരത്തെ തന്നെ കാരണവർ മരുമകനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ഭാഗ്യം, തല്ല് കിട്ടിയില്ല. തല്ലരുതെന്ന് കാരണവർ പറഞ്ഞിട്ടുണ്ടത്രേ. വൃദ്ധൻ നിർത്താതെ ചിരിക്കുകയാണ്. കൊച്ചു നീലാണ്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ്റെ അമ്മാവൻ അവൻ്റെ സമീപത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു. കൊച്ചു നീലാണ്ട, ചെയ്യാൻ പാടില്ലാത്തത് ആരു പറഞ്ഞാലും ചെയ്യരുത്. ഞാൻ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും തെറ്റായ ഒരു കാര്യം ഒരിക്കലും ചെയ്യരുത്. കൊച്ചു നീലാണ്ടൻ കണ്ണു തുടച്ചു. അച്ഛൻ്റെ മുറിയിൽ നിന്ന് ശരിക്കുള്ള കൂർക്കം വലി അപ്പോൾ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. രണ്ട് ദിവസത്തോളം കൊച്ചു നീലാണ്ടൻ ആരോടും ഒരക്ഷരം മിണ്ടിയില്ല, അമ്മയോട് പോലും. അച്ഛൻ്റെ അമ്മാവൻ ചോദിച്ചു. കൊച്ചു നീലാണ്ടൻ എന്താ ഒരു പിണക്കം? അവന് ദേഷ്യം വന്നു. എങ്ങനെ വരാതിരിക്കും? അച്ഛൻ്റെ അമ്മാവനാണ് അവനീ നാണക്കേട് വരുത്തിയത്. അച്ഛൻ്റെ കൊമ്പൻ മീശ കത്തിരി കൊണ്ട് മുറിച്ചെടുക്കാൻ അച്ഛൻ്റെ അമ്മാവനാണ് പ്രേരിപ്പിച്ചത്. വെറുതെ അവനെക്കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിച്ചു. എന്നിട്ടിപ്പോൾ ചോദിക്കുന്ന ചോദ്യം. അച്ഛനും ചോദിച്ചു. കൊച്ചു നീലാണ്ടാ, എന്താ നിന്റെ മുഖം കടുക്ക കഷായം കുടിച്ച പോലെ ഇരിക്കണത്? അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ ലജ്ജ തോന്നി. തല കുനിച്ചു. അമ്മ പറഞ്ഞു. തലമണ്ടയ്ക്ക് നല്ല 2 കിഴുക്ക് കിട്ടാത്തതിൻ്റെ കുറവാ. അവൻ്റെ ഒരു അഭിനയമാണത്രേ, അഭിനയം. അവനെല്ലാവരോടും ദേഷ്യം തോന്നി. ഇതിന് പകരം വീട്ടണം. ഏതിന്? കുറ്റം ചെയ്യാൻ മുതിർന്നത് അവനാണ്. എന്തായാലും ഒരു നല്ല പാഠം പഠിച്ചു. ചീത്തക്കാര്യം ആര് പറഞ്ഞാലും ചെവിക്കൊള്ളരുത് എന്ന പാഠം പഠിച്ചു. എന്നാലും പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.